നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരുത്തി നിന്നെ കണ്ണിറുക്കി കാണിച്ചു. ഉടനെ പിന്നെ പുസ്തകം തുറന്നു വെക്കുമ്പോഴൊക്കെ ഇമ്മാനുവേലിന്റെ ശ്രദ്ധ എതിരായിരിക്കും, ഈ കണ്ണിറുക്കി കാണിച്ചവളിലായിരിക്കും. നീ സ്ഥിരോത്സാഹിയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ മാറ്റി നിർത്തുന്നു. കാരണം നിന്റെ ലക്ഷ്യത്തെ തടസ്സം ചെയ്യുന്നതാണ് അതൊക്കെ. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, വൈ ഡു ഐ സ്റ്റഡി? ഞാൻ എന്തിനാ പഠിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഹു വാണ്ട്സ് മീ ടു സ്റ്റഡി? ഞാൻ പഠിക്കണമെന്ന് ആർക്കാ ഇത്ര ആഗ്രഹം? മൂന്നാമത്തെ എന്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പഠന പ്രക്രിയയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ തടസ്സം? മൂന്നാമത്തെ ഉത്തരം പറഞ്ഞു, വൈ ഡു ഐ സ്റ്റഡി? ഞാൻ എന്തിനു പഠിക്കുന്നു? എന്തിനാ നീ പഠിക്കുന്നത്? ബ്രോഡ്വിൻ, നീ എന്തിനു വേണ്ടിയാ പഠിച്ചത് ഇത്രയും നാൾ? എത്ര വർഷം? ഇപ്പൊ +2 +1. എന്തിനാണ് ഇത്രയും പൈസ ഒക്കെ മുടക്കി ഒരു അഡ്മിഷൻ കിട്ടുന്നതെന്ന് എന്തുമാത്രം പാടാം, എന്തുമാത്രം ആലോചിച്ച് ചെലവൊന്നും ഇത് പോയി വീട്ടിൽ നിന്ന് കണക്ക് കൂട്ടുക. LKG വിടുന്നതിന് വേണ്ടി നിന്റെ അച്ഛനും അമ്മയും എന്തുമാത്രം ചെലവഴിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് LP സ്കൂളില്, അത് കഴിഞ്ഞ് UP സ്കൂളില്, അത് കഴിഞ്ഞ് ഹൈസ്കൂളില്, ഇതിനുള്ള ട്യൂഷൻ ഫീസ് ഇനത്തിൽ എത്ര രൂപ, വസ്ത്രത്തിന്റെ ഇനത്തിൽ എത്ര രൂപ, ആഹാരത്തിന്റെ ഇനത്തിൽ എത്ര രൂപ, ഇങ്ങനെ ഓരോ രീതിയിലും ബസ് ഫെയർ ആയിട്ടില്ലയോ? ഇന്ന് ബസ് കൂലി തന്നെ 300-350 രൂപ കൊടുത്താ ഓരോ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്. ഇതൊക്കെ പഠിച്ച് ഇത്രയും പൈസ മുടക്കി ഞാൻ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? വൈ ഡിഡ് ഐ സ്റ്റഡി? നമ്മളത് കണക്ക് കൂട്ടണം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ചിലവായ പൈസ മുഴുവൻ കണക്ക് കൂട്ടി. ഇതൊക്കെ അറിയണ്ടേ? ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഞാൻ ചിലവാക്കിയ പൈസ ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എന്റെ മക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നത് ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓരോ വർഷം എത്ര രൂപയാണത് ചെലവാക്കണ്ടേ? കണക്കൂട്ടണ്ടേ? എന്തിനു വേണ്ടിയാണ് നീ ഇത്രയും ചെലവാക്കി പഠിച്ചത്? വൈ ഡു യു സ്റ്റഡി? എന്തിനാ നമ്മളെ നീ പഠിച്ചത്? പറ, ഒരു ഉത്തരം പറ. എനിക്ക് ഉത്തരത്തിന് വേണ്ടി, അല്ലാതെ നീ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പറഞ്ഞു. ഒരു നല്ല ജോലിക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ നീ എന്തിനാ പഠിച്ചത്? നല്ല അറിവ് നേടാൻ വേണ്ടി. അപ്പോൾ നീ എന്താ പഠിച്ചത്? ജോലിക്ക് വേണ്ടി. മോളെന്തിനാടി പഠിച്ചത്? വിഷമിച്ചിരിക്കുക, ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്നത്, ഹൃദയത്തിൽ എന്തോടെ വേട്ടയാടുന്നു. പറഞ്ഞോളെ, എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. എന്റെ ദൈവം, എന്റെ അച്ഛനും അമ്മയ്ക്കും ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. വ്യക്തമായിട്ട് പറ. നീ മിടിക്കുകയാണല്ലോ, പറ. എനിക്ക് നോക്ക് വേണ്ടിയാണ് നീ പഠിച്ചത്. എന്നിട്ടെല്ലാം കിട്ടുക നിനക്ക്? വൈ ഡിഡ് ഐ സ്റ്റഡി, അല്ലെ വൈ ഡു ഐ സ്റ്റഡി എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ഉണ്ടല്ലോ. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. ജീവിതത്തിൽ ഒരു തൊഴിൽ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. അറിവ് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. ഒരു മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. സമ്പത്ത് കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. കൂടുതൽ സ്ത്രീധനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. ഒരു നല്ല തൊഴിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. എല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ ചേർന്നതാണ്. പൊതുവെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടു ബിക്കം സക്സസ്ഫുൾ ഇൻ മൈ ലൈഫ്. ജീവിതത്തിൽ പരാജിതനാകാൻ വേണ്ടിയല്ല ഞാൻ പഠിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ്? ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി. ഇതിനു വേണ്ടിയാണ് ഞാൻ പഠിച്ചത്, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി. നിന്റെ ജീവിതം നിന്നോട് പറയാം, നീ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അധ്യാപകനാണോ? ആയിക്കോട്ടെ. നീ നിന്റെ ജീവിതം നിന്നെ പറയാം, നീ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഗുണ്ടയാകണം. കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ. ഒരാളെ വെട്ടി കശാപ്പ് ചെയ്ത് വരുന്നതിന് 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപയ്ക്ക് പിന്നെ എന്തെങ്കിലും പോയി കച്ചവടമൊക്കെ നടത്തി ജീവിക്കും. ഒരാളെ കൊന്നപ്പോ നീ ജീവിതത്തിൽ വിജയിക്കുമോ? ഗുണ്ടപ്പണി ചെയ്തുകൊണ്ട്? നീ കൊട്ടേഷൻ ടീമിൽ അംഗമായതുകൊണ്ട് നീ ജീവിതത്തിൽ വിജയിച്ചെന്ന് പറയാൻ പറ്റുമോ? നീ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ ജീവിതം നിനക്കൊരു അനുഗ്രഹമായിരിക്കണം. അതേപോലെ തന്നെ നിന്റെ ജീവിതം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കണം. മോനെ ഇമ്മാനുവേലേ, ജീവിതത്തിൽ വിജയം പറയാൻ പറ്റുന്നത്
നിന്റെ ജീവിതം നിനക്കൊരു വിജയമായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം? മറ്റുള്ളവർക്കും എന്തായിരിക്കണം? ഒരു വിജയമായിരിക്കണം. നിന്റെ ഭാര്യയും പറയണം, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയും പറയണം, എന്റെ ചേട്ടന്റെ ജീവിതം കൊണ്ട് എനിക്കും പ്രയോജനമായി. നിന്റെ മക്കൾ പറയണം, എന്റെ അച്ഛന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഗുണമായി. നിന്റെ കൂട്ടുകാർ പറയണം, നിന്റെ ജീവിതം കൊണ്ട് അവർക്ക് ഗുണം കിട്ടി. നിന്റെ അയൽക്കാർ പറയണം, എന്റെ ജീവിതം കൊണ്ട് അവർക്ക് ഗുണം കിട്ടിയെന്ന്. അങ്ങനെ വരുമ്പോൾ നിന്റെ ജീവിതം നിനക്കും വിജയകരമായിരിക്കും, മറ്റുള്ളവർക്കും വിജയകരമായിരിക്കും. കൊട്ടേഷൻകാരുടെ ജീവിതം അവന് വിജയമാണോ? അല്ല, കാരണം അവരെപ്പോഴും ഭീതിയുടെ നിലയില്ല. മറ്റുള്ളവർക്ക് ഗുണമാണോ? അല്ല, കാരണം അവൻ കശാപ്പ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതമാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി വൈ ഡു ഐ സ്റ്റഡി എന്നുള്ളതിന്റെ മറുപടി എന്താണ്? ടു become successful in your